ഇത് അലമാരിയിൽ വെച്ചേക്ക്. നാളെയാണ് ഗംഗാധരന്റെ അവധി. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോനെ വിട്ടുതരുമോ? അല്ല, പണം വാങ്ങിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ? അപ്പോ മറ്റു മാർഗങ്ങൾ നോക്കും. ആ മാർഗം നമുക്കിപ്പോഴേ നോക്കിക്കൂടെ? പണത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുത്ത് രേഖയുടെ കല്യാണം നടത്താമായിരുന്നു. ബിജുമോൻ ഒരു കൊലപാതകയുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നിനക്കിവിടെ കല്യാണം നടത്താം. മോഹന്റെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് വിവാഹത്തിന് തിരക്കാണെന്ന്. അത്ര തിരക്കാണെങ്കിൽ വേറെ പെണ്ണ് നോക്കാൻ പറ. ഈ പണം അതിനുള്ളതല്ല, എന്റെ മോനെ രക്ഷിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈ പണം... നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? നിനക്കെന്ത് പറ്റി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാപ്പി. രൂപ രാത്രി തന്നെ കൊടുത്തു അല്ലേ? അപ്പൊ മോൻ എവിടെ? നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ രൂപ കൊണ്ട് കൊടുത്തു വന്നു. രൂപ അതിന്... എനിക്കറിയാം. എന്നോട് എന്തിനു കള്ളം പറയുന്നു? നിങ്ങൾ അത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ഞാൻ രൂപ കൊണ്ട് കൊടുത്തില്ലെന്ന്. പിന്നെ ആ രൂപ എവിടെ പോയി? അത് നീ എടുത്ത് മാറ്റി. ഞാനോ? അയ്യോ, ഞാൻ എടുത്തില്ല. ഞാനത് കൊണ്ടു കൊടുക്കരുത് നിനക്ക് നിർബന്ധമായിരുന്നു. മോന്റെ ജീവനേക്കാൾ നിനക്ക് വലുത് മോളുടെ കല്യാണമാണ്. ബിജു മോനില്ലാതെ ഈ വീട്ടിൽ ഒരു കല്യാണവും നടക്കില്ല. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കേ. എന്ത് പറയണമെന്ന് പോലെ എനിക്കറിയില്ല. അവൻ എന്റെ മോനല്ലേ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാനാവില്ല. എങ്കിലും അപമാനം കൊണ്ട് ഈ കുടുംബം മുഴുവൻ നശിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞു പോയത്. നേരത്തെ നിശ്ചയിച്ചു വെക്കുന്ന എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ കല്യാണം നടക്കാറില്ലേ? ഇതിലെന്താ അത്ര അപമാനമുള്ളത്? അയ്യോ, ഞാനിത് എങ്ങനെ നിങ്ങളോട് പറയും? പ്രഭേ, എന്താ ഇത്? എന്ത് സംഭവിച്ചു? രേഖ 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 ഗർഭിണിയാണ്.